പീതാംബരം കരവിരാജിതശങ്കരക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം പ്രതിഭാവയാമി. നമസ്കാരം. സനാതന ധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ശ്രീമദ് ഭാഗവതം 12 സ്കന്ധം 3 അധ്യായം വരെയൊക്കെയാണ് പറഞ്ഞു വെച്ചത്. ഈ കലിയുഗത്തെ നേരിടാൻ എന്താണ് മാർഗം? മഴ പെയ്യും, ഒതുക്കാൻ നമുക്ക് പറ്റില്ല, പക്ഷേ കുട പിടിക്കാമല്ലോ. കലിക ദോഷങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ, കലിക ദോഷങ്ങളെ ഇല്ലാണ്ടാക്കാൻ പറ്റില്ല, പക്ഷേ അത് നമ്മളെ ബാധിക്കാതെയുള്ള മുൻകരുതലാണ് നാമജപം കൊണ്ട്. കലിയായ കാലം ഇത്, അതുകൊണ്ട് മോക്ഷഗതി എഴുത്, ഒരു പ്രയാസമില്ല. ഋതുവായ പെണ്ണിനും ഇരപ്പനും ഏതൊരാൾക്കും ചെയ്യാം. ശുദ്ധാശുദ്ധങ്ങളോ ജാതി കൊണ്ട് ഉയർന്നവനാണോ, അറിവുണ്ടോ, ഇതൊന്നും നാമജപത്തിന് ബാധകമല്ല. സമ്പന്നനോ ദരിദ്രനോ ആവാം, സ്ത്രീക്കോ പുരുഷനോ ആവാം, എല്ലാവർക്കും കഴിയുന്ന ഒന്നാണ് എന്ത്? നാമജപം. അതുകൊണ്ട് നമുക്ക് കലിദോഷത്തിൽ നിന്ന് രക്ഷപ്പെടാം. പിന്നെ ഈ കഥയുടെ സാരം എന്താണ്? എല്ലാ കഥകളും എന്തിനാണ് പറഞ്ഞു വെച്ചത്? കഥാ ഇമാത്തേ കഥിത, ഒരു തത്വം പറഞ്ഞിട്ടുണ്ട്. 3-ാമത്തേത് കഥാ ഇമാത്തേ കഥിത മഹീയസാം വിദായ ലോകേശേഷ പരീക്ഷ. കുറേ രാജാക്കന്മാരുടെ കഥയൊക്കെ പറഞ്ഞിട്ട് എന്തിനാണ് ഈ കഥകളൊക്കെ? കഥയിൽ തന്നെ തിരിയാനല്ല പറഞ്ഞത്. കഥ കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത് അതെടുക്കണം. അല്ലാതെ അതിൻ്റെ സ്ഥൂലാസൂക്ഷ്മത്തിനെ വെച്ചിട്ട് തർക്കിക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനോ ആവശ്യമില്ലാത്ത തർക്കത്തിലേക്ക് പോവാനോ അല്ല നമ്മൾ ശ്രമിക്കേണ്ടത്. അതിനല്ല കഥ എന്നാണ് പറഞ്ഞു വെച്ചത്. അതിൽ നിന്ന് എടുക്കാനാണ് നമ്മൾ ചെയ്യേണ്ടത്. അതാണ് കഴിഞ്ഞിട്ട് ശേഷം 4-ാമത്തെ അധ്യായത്തിലൊക്കെ പ്രളയം എന്ന് പറഞ്ഞ സംഗതി എന്താണ്? പ്രളയം അതിനെ വർണ്ണിക്കുകയാണ്. 4 തരത്തിലുള്ള പ്രളയമാണ് ഉള്ളത്. പ്രളയം എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ ആശയത്തിൽ വരിക ധാരാളം വെള്ളം, കരയില്ലാണ്ട് വണ്ടിയൊക്കെ അതിൽ കുടുങ്ങി നിൽക്കുക. യൂട്യൂബിലൊക്കെ ഓരോ ചിത്രങ്ങൾ കാണാം. ഹെലികോപ്റ്ററിൽ ഭക്ഷണം, അല്ലേ? അതല്ല ശരിക്കും പ്രളയം എന്ന് പറഞ്ഞാൽ അവിടെ അർത്ഥം പ്രകർഷേണ ലയിക്കുന്നത് എന്നാണ്. ലയം ആണ് ലയം. ലകാരവും ലകാരവും സംസ്കൃതത്തിൽ ഒന്നാണ്, എഴുതലൊന്നാണ്. നേതി മുകളിലൊരു വരയിടുക ചെയ്യുക. വായിക്കുമ്പോൾ സന്ദർഭത്തിനനുസരിച്ച് നോക്കി വായിക്കണം. ല എന്നും ള എന്നും വേറെ വായിക്കണം. അളകം എന്ന് വായിക്കണം, അലകെന്ന് വായിക്കരുത്. ലീള എന്ന് വായിക്കരുത്, ലീല തന്നെയാണ്. അപ്പോൾ പ്രൊനൗൺസ് ചെയ്യുമ്പോഴും വായിക്കുമ്പോഴും വ്യത്യാസമുണ്ട്. എഴുതുമ്പോൾ ലാന്ന് ലകാരം, ലത്തം പ്രകാരം അത് നാമകൃത്തത്തിൽ വേണ്ട. ലത്തവും ഒന്ന് തന്നെയാണ് എഴുതുമ്പോൾ. വായിക്കുമ്പോൾ നോക്കിയിട്ട് ലകാരോ വേറെ ആക്കിയിട്ട് വായിക്കണം. അപ്പോൾ ഈ പ്രലയമാണ് എന്തായിട്ട് വരുന്നത്? പ്രളയം ആയിട്ട് വരുന്നത്. ലയം എന്ന് പറഞ്ഞാൽ വെള്ളമൊന്നും അവിടെ വേണം നിർബന്ധമില്ല. സാധാരണ ആ സന്ദർഭത്തിൽ അവിടെ വെള്ളം ഉണ്ടാവുന്നേ ഉള്ളൂ. ഈ വാക്കിൻ്റെ അർത്ഥം വെള്ളമായിട്ട് ബന്ധമില്ല. ലയിക്കുക. ഭഗവാനിൽ നിന്ന് പ്രപഞ്ചം ഉണ്ടായി. അതൊരു പ്രത്യേക ക്രമത്തിലാണ് ഉണ്ടാവുന്നത്. മഹത്വത്തിൽ നിന്ന് അഹങ്കാരം 3 പിരിഞ്ഞു. സാത്വികൻ രാജസം താമസം, സാത്വികത്തിൽ നിന്ന് മനസ്സ്, രാജസത്തിൽ നിന്ന് ഇന്ദ്രിയങ്ങൾ, താമസത്തിൽ നിന്ന് ഭൂതങ്ങൾ. ഇങ്ങനെയാണ് അതിൻ്റെ ക്രമം. അത് അതേപോലെ അതിലേക്ക് ലയിച്ചില്ലാണ്ടാവുക. ഇപ്പം ചുരുക്കത്തിൽ പ്രലയം എന്ന് പറയുമ്പോൾ ഈ ലോകം ഉണ്ടാവില്ല. സൃഷ്ടിക്ക് മുമ്പേ ഈ ലോകമില്ല. ഇല്ലല്ലോ, ഉറപ്പാണ്. ഈ കുറേ കഴിഞ്ഞാലോ ഇതിൻ്റെ സമയം വരുമ്പോൾ വീണ്ടും ഇതില്ലാണ്ടാവും. അത് നമുക്ക് അജ്ഞാതമാണ്. നമ്മൾ ചിലപ്പോൾ വിശ്വസിക്കുക ഇതൊക്കെ വെറുതെ പറയുകയാണെന്ന് പറയും. യുക്തി കൊണ്ട് ആലോചിച്ചാൽ ഉറപ്പാണ് അങ്ങനെ വരും. എങ്ങനെ യുക്തി കൊണ്ട് ആലോചിക്കുക? ഈ കാണുന്ന പ്രപഞ്ചം സത്യമല്ല എന്നുള്ളതിന് എന്താണ് തെളിവ്? സത്യമല്ല എന്നുള്ളതിൻ്റെ തെളിവ് വേറൊന്നുമല്ല. നമുക്ക് പറയാവുന്ന ഒരൊറ്റ കാര്യമുള്ളൂ, മാറ്റം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ സ്ഥിതി എടുത്ത് കുറേ കൊല്ലങ്ങൾക്ക് മുമ്പുള്ള പോലെയാണോ ഇപ്പോൾ? ഇനി കുറേ കഴിഞ്ഞാൽ നമ്മൾ മാറും, കുറേ കഴിഞ്ഞാൽ ഇല്ലാണ്ടാവുമല്ലോ.
പ്രപഞ്ചത്തിലത്തെ എല്ലാം അങ്ങനെയാണ്, മാറ്റമുണ്ട്. അത് നമുക്ക് കണ്ടറിയാം. കുറച്ച് മുമ്പേ ഉള്ള അമ്പലമാണോ നമ്മളിപ്പോൾ കാണുന്നത്? ഇനി കുറേ കഴിഞ്ഞാൽ അമ്പലം വീണ്ടും മാറില്ലേ? ഗുരുവായൂരിപ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ വന്നു. അപ്പോൾ എല്ലാം മാറിക്കൊണ്ടാണ് ഇരിക്കുന്നത്. മാറിക്കൊണ്ടിരിക്കുന്നത് ഒരു കാലത്ത് ഇല്ലാണ്ടാവും, ഒരു കാലത്ത് ഇല്ലാണ്ട് ഇരുന്നിട്ടും ഉണ്ടാവും. ഉറപ്പാണ്. മാറ്റത്തിന് വിധേയമല്ലാത്തത് എല്ലാ കാലത്തും ഒരുപോലെയോ, അത് ഈശ്വരൻ മാത്രമേ ഉള്ളൂ. മാറ്റത്തിന് വിധേയമല്ല. ഗുരുവായൂരപ്പൻ എത്രയോ കാലം മുമ്പ് ഒരു മാറ്റവും ഇല്ല, ഇനി കുറേ കഴിഞ്ഞാലും ഉണ്ടാവും തന്നെ ഭക്തന്മാരുടെ വിശ്വാസപ്രകാരം. അപ്പോൾ മാറ്റമില്ലാത്തതിന് സൃഷ്ടിയില്ല, ഉണ്ടാവില്ല, നശിക്കലുമില്ല. മാറ്റമുണ്ടോ ഉറപ്പാണ്, അതുണ്ടായതാണ്. ഇനിയും മാറും, കുറേ കഴിഞ്ഞാൽ ഇല്ലാണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ ലയിച്ചില്ലാണ്ടാവുന്ന ആ അവസ്ഥയ്ക്കാണ് പ്രളയം. അപ്പം അതിൻ്റെ ഭാവങ്ങൾ, അതായത് ഇപ്പോൾ പറയും യഥാ ഹിരണ്യം ബഹുദാ സമീയതേ ദ്രവിക്രിയാഭിർ വ്യവഹാരവത്മതും ഏവം വചോഭിർ ഭഗവാനദോക്ഷജോ വ്യാഖ്യായതേ ലൗകിക വൈദികർ ജനേഹി. സ്വർണം കൊണ്ട് പല ആഭരണങ്ങളുണ്ടാക്കും ഇല്ലേ? ചങ്ങലയായിട്ടും കർണാഭരണമായിട്ടും വളയായിട്ടും കങ്കണമായിട്ടൊക്കെ ഉണ്ടാക്കും. ഇതൊക്കെ കൂടി ഉരുക്കിയ നമ്മളതിനെന്താ പേര് പറയുക? 1 കിലോ സ്വർണം കിട്ടി, അല്ലെങ്കിൽ 1/2 കിലോ സ്വർണം കിട്ടി എന്ന് പറയും ഇല്ലേ? അതിന് പേര് പറയാൻ പറ്റില്ല ഉരുക്കിയ. ഈ പേര് എവിടുന്ന് വന്നു? അതാത് ആകൃതിയായപ്പോൾ മാത്രം വന്നതാണ്. മണ്ണ് കളിമണ്ണുകൊണ്ട് ഉണ്ടാക്കുന്നതിനാണ് നമ്മൾ കുടം, ചെരാത്, ചട്ടി, കലം എന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ എന്താണ്? കളിമണ്ണാണ്. പൊട്ടിയാലും മണ്ണ് തന്നെ. ഒക്കെ പൊട്ടി മണ്ണിൽ ഒഴിച്ചാൽ പിന്നെ നമ്മൾ കുടം, ചെരാതെ, ചട്ടി എന്ന് പറയാൻ പറ്റില്ല. ഇതേപോലെയാണ് ഈ പ്രപഞ്ചം. ഈശ്വരനിൽ നിന്ന് ഇത് ഉണ്ടാവണം. നമ്മൾ സ്ത്രീ, പുരുഷൻ, പഞ്ചഭൂതം, വീട് ഒക്കെ പേരിടണു. ഇല്ലാണ്ടായാലോ? ഇതൊക്കെ ഈശ്വരനാണ്, ബ്രഹ്മത്തിൽ ലയിച്ചു. ആ സ്വർണം ഒരുക്കി എല്ലാം സ്വർണ്ണമാവുന്നത് പോലെ എല്ലാം ലയിച്ച ഈ ബ്രഹ്മത്തിൽ ലയിക്കുമ്പോൾ ഇതൊക്കെ ബ്രഹ്മമായിട്ട് മാറും. പിന്നെ ഈ കാണുന്നതൊന്നും ഇവിടെ ഉണ്ടാവില്ല. അപ്പം അങ്ങനത്തെ ആ പ്രളയഭാവങ്ങളെ എടുത്തു കാണിക്കാൻ ഇവിടെ 4 തരത്തിലാക്കിയിട്ടാണ് പറയുന്നത്. ഒന്ന് നിത്യപ്രളയം. എന്താണ്? നിത്യോ നൈമിത്തിക ചൈവ തഥാ പ്രാകൃതികോ ലയ ആത്യന്തികച്ച കഥിത കാലത്യഗതി രീദൃശി എന്ന് പറഞ്ഞിരിക്കണം. നിത്യപ്രളയം എന്ന് പറഞ്ഞിട്ട് നമ്പർ 1 ആദ്യത്തെ. എന്താണ് നിത്യപ്രളയം? അവിടെ ഈ സംസ്കൃതത്തിൽ നിത്യം എന്ന വാക്കിൻ്റെ അർത്ഥം നമ്മളെടുക്കണ പോലെ ഡെയിലി എന്നുള്ളതല്ല. അച്യുതസ്യ പാദാംബുജോപാസനമത്ര നിത്യം എന്നൊരു ശ്ലോകമുണ്ട് ഭാഗവത ധർമ്മത്തിൽ. എന്താ അവിടെ നിത്യം എന്ന് പറഞ്ഞാൽ? ദിവസേന എന്നല്ല അർത്ഥം. അജസ്ത്രം എന്നെടുക്കണം. സദാ ഭഗവാന്റെ പാദത്തെ സ്മരിക്കുക. 24 മണിക്കൂറിൽ ഒരു അരമണിക്കൂർ ടൈം ടേബിൾ ഇട്ടിട്ടാണോ? അല്ല. അരമണിക്കൂർ എന്തിനാണ് ടൈം ടേബിൾ ഇട്ടത്? ബാക്കി സമയത്തേക്കുള്ള ഒരു ബേസ്, ഇത്രയേ ഉള്ളൂ. തീ കത്തിച്ചാൽ പിന്നെ അപ്പം തന്നെ കെടുത്താറില്ല. അത് പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചിലതൊക്കെ ചെയ്യും ഇല്ലേ? പണ്ടത്തെ കഥയായിട്ടോ പറയണം, അന്നത്തെ അല്ല. ഗ്യാസൊന്നും ഇല്ലയെന്ന് കൂട്ടുക. അങ്ങനെ വെച്ചാൽ പഞ്ഞിയോ ബാക്കിയുള്ള മണ്ണെണ്ണയോ ചിലത് ഓലയൊക്കെ കൂട്ടി കത്തിച്ച് പിന്നെന്താ ചെയ്യുക? അത് കുറേ നേരം കത്തണം വേണ്ടേ? അപ്പോൾ ഈ പിടിപ്പിക്കാൻ ചെയ്യുന്ന ഒരു സാധാരണ തുടക്കം മാത്രമാണ്. ഈ അരമണിക്കൂർ നമ്മൾ സാധന എന്തിനു വേണ്ടിയിട്ടാണ്? 24 മണിക്കൂറിലേക്ക് തീ പിടിപ്പിക്കുകയാണ്. അത്രയേ ഉള്ളൂ. അതോടെ കഴിഞ്ഞിട്ടില്ല. അവിടെ വെച്ചാൽ പോയി കഥ, പിന്നെ അതുകൊണ്ട് കാര്യമില്ല. അപ്പോൾ അതൊന്നും അങ്ങനെ ശരിയാക്കി ജ്വലിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു അരമണിക്കൂറോ 3/4 മണിക്കൂറോ ഓരോരുത്തരുടെ സമയം ഓരോന്നാവും. സാധന ചെയ്യലാണ്. പക്ഷെ അത് അപ്പം പോരാ, എപ്പോഴും നിത്യം. അതാണ് നിത്യം എന്ന് പറഞ്ഞാൽ അജസ്രം. സദാ കണ്ണ് തുറന്നാൽ ഉറങ്ങണ വരെ, ഉറങ്ങുമ്പോൾ അടക്കം സാധകന് ഈശ്വരാംശം ഉള്ളിലുണ്ടാവും. അതിനെയാണ് നിത്യപ്രളയം. നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും മാറ്റം സംഭവിക്കുന്നുണ്ട്. അപ്പോൾ രാവിലെ ഇരുന്ന നമ്മളാവില്ല ഇപ്പോൾ. നീ കുറച്ചും കൂടി കഴിഞ്ഞാൽ വീണ്ടും മാറും. ഒരു ദിവസം കഴിഞ്ഞാൽ മാറും, ഒരു ആഴ്ച കഴിഞ്ഞാൽ കുറച്ചധികം മാറും, ഒരു മാസം കഴിഞ്ഞാൽ മാറും, വർഷം കഴിഞ്ഞാൽ മാറും, വർഷങ്ങൾ കഴിഞ്ഞാലോ വളരെയധികം മാറും.
അപ്പോൾ ഈ മാറ്റം നമ്മുടെ തല നരയ്ക്കണു. എന്നാണ് നരയ്ക്കണത്? അവിടെ ഡേറ്റ് ഓഫ് ബർത്തും ഡേറ്റ് ഓഫ് ഡെത്തൊക്കെ ചോദിക്കലുണ്ട് ഇല്ലേ? ഡേറ്റ് ഓഫ് എക്സ്പയറി. ഇതുപോലെ ഏതെങ്കിലും ആപ്ലിക്കേഷനിൽ നിങ്ങളുടെ നരച്ച ദിവസം എന്ന് ചോദിച്ചാൽ നമ്മൾ കുടുങ്ങിയിരുന്നു. തല നരച്ച ദിവസം കാണിക്കുക. ഏത് ദിവസമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്താ കാരണം? അത് ഒരു ദിവസം ഉണ്ടാവണതല്ല, ക്രമത്തിലുണ്ടാവുന്ന ഒരു പ്രതിഭാസമാണ് അല്ലേ? അതിനെയാണ് നിത്യപ്രളയം എന്ന് പറയുന്നത്. അതിനെ നമുക്ക് സൂക്ഷ്മത്തിൽ കാണാൻ പറ്റില്ല. മാറ്റം ഉണ്ടാവുന്നത് കാണാൻ പറ്റില്ല, മാറ്റം ഉണ്ടായത് കാണാൻ പറ്റും. കുറേ ദിവസം കഴിഞ്ഞാൽ അയ്യോ തല നരച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു നര വന്നിരിക്കുന്നു, അത് കാണാം. ക്ലോക്കിലത്തെ മണിക്കൂർ സൂചി, ചെറിയൊരു ക്ലോക്ക് എടുക്കുക, വലുതല്ല, ചെറിയ ക്ലോക്കിലത്തെ മണിക്കൂർ സൂചി നമുക്ക് തിരിയണത് കാണാൻ പറ്റുമോ? പറ്റില്ല. സെക്കൻഡ് സൂചി കാണാം, സൂക്ഷിച്ചാൽ ചിലപ്പോൾ മിനിറ്റും ചെറുതായിട്ട് അനങ്ങണ കാണാം. മണിക്കൂർ സൂചി കുറേ കഴിഞ്ഞ് നോക്കിയാൽ 3 4 എത്തിയതറിയാവുന്നേ ഉള്ളൂ, അത് നീങ്ങുന്നത് കാണില്ല. കാരണം എന്താ? അത്രയും ചെറിയ അളവാണ്. 1 മണിക്കൂർ കൊണ്ടാണ് ഒരു അക്കത്തു നിന്ന് മറ്റേ അക്കത്തിലേക്ക് എത്തുന്നത്. ചെറിയ നീങ്ങലാണ്. അതുപോലെയാണ് നിത്യപ്രളയം. നടക്കുമ്പോൾ കാണില്ല, പക്ഷേ കഴിഞ്ഞാൽ അറിയും. തല നരച്ചു, വേറൊന്നായി, ചുക്കി ചുളിഞ്ഞു, പ്രായമായി, എല്ലാം കഴിഞ്ഞാലേ അറിയുള്ളൂ. അതാണ് നിത്യപ്രളയം. ഓരോ നിമിഷവും നമ്മുടെ ശരീരത്തിലും പ്രപഞ്ചത്തിലൊക്കെ നടക്കുന്നുണ്ട് ഈ മാറ്റം. അതിനെയാണ് നിത്യപ്രളയം. അത് കഴിഞ്ഞു. ഇനി നൈമിത്തിക പ്രളയം, രണ്ടാമത്തെ. നിത്യവും നൈമിത്തികശ്ചൈവ. അതെന്താ ചോദിച്ചാൽ കൃതം ത്രേതാദാപരം കലി പ്രകാരം 4 യുഗങ്ങൾ ഒന്ന് കഴിഞ്ഞാൽ ഒന്ന്, അതിൻ്റെ വീണ്ടും ആദ്യം എന്ന ക്രമത്തിൽ ആവർത്തിച്ച് 1000 പ്രാവശ്യമായ ബ്രഹ്മാവിനൊരു പകലാണ്. എത്ര ഉണ്ട് പകല ആലോചിച്ച് നോക്കൂ. അതേപോലത്തെ 1000 ആകുമ്പോൾ രാത്രി ആവണല്ലോ. അപ്പോൾ ഈ പകൽ കഴിഞ്ഞാൽ രാത്രി ബ്രഹ്മദേവൻ ഉറങ്ങും, നമ്മളെപ്പോലെ. ആ ഒരു പകൽ കഴിയുമ്പോൾ ഉണ്ടാവുന്ന ഉറക്കം നിമിത്തം ഉണ്ടാവുന്നത് കൊണ്ട് നൈമിത്തികം എന്ന് പേര്. ബ്രഹ്മാവിൻ്റെ ഉറക്കം നിമിത്തം. കൃതം ത്രേതാദാപരം കലി × 100 1000 പ്രാവശ്യം ആവർത്തിച്ചാൽ ഒരു പകലാണ്. അപ്പോൾ ബ്രഹ്മാവ് ഉറങ്ങും എന്നാണ്. ആ ഉറക്കസമയത്തുണ്ടാവുന്ന ഉറക്കം നിമിത്തം ഉണ്ടാകുന്ന പ്രളയമാണ് നൈമിത്തിക പ്രളയം. അതിന് പേര് വരാനുള്ള കാരണം ഉറക്കം നിമിത്തം ഉണ്ടാകുന്നത് കൊണ്ടാണ്. ഉറക്കം നിമിത്തം ഉണ്ടാകുന്നു നൈമിത്തിക പ്രളയം. അതായി. മൂന്നാമത്തെ പ്രാകൃതിക പ്രളയം. അതെന്താണ്? കൃതം ത്രേതാദാപരം കലി പ്രകാരം 1000 പ്രാവശ്യം ആവർത്തിച്ചാൽ പകലും 1000 പ്രാവശ്യം ആവർത്തിച്ചാൽ രാത്രി. അപ്പോൾ 2000 പ്രാവശ്യം ആവർത്തിച്ചാലാണ് ബ്രഹ്മാവിനൊരു ദിവസം. ഒരു വർഷമോ × 365. ഈ ക്രമത്തിൽ 365 കൊണ്ട് പെരുക്കിയാലാണ് ബ്രഹ്മാവിൻ്റെ ഒരു ദിവസം ഒരു വർഷമാവുക. കൃതം ത്രേതാദാപരം കലി × 1000, അത് × വീണ്ടും 1000, 2000, അത് × 365 ആകുമ്പോഴോ ഒരു വർഷം പോരാ, അതിനെ 50 കൊണ്ട് പെരുക്കുക. അപ്പോൾ 50 വയസ്സാവും ബ്രഹ്മാവിന്. കൃതം ത്രേതാദാപരം കലി × 2000 പ്രകാരം 50 വർഷം കഴിഞ്ഞാൽ ബ്രഹ്മാവിൻ്റെ ആയുസ്സിൽ പകുതിയായി എന്ന് പറയാം. ശരിക്കും ഈ ഷഷ്ടിപൂർത്തിയല്ല നമ്മൾ ആചരിക്കേണ്ടതെന്നാണ്. ഷഷ്ടിപൂർത്തിക്ക് ഇപ്പോൾ പ്രാധാന്യമൊന്നുമില്ല. 50 വയസ്സിന് പ്രാധാന്യമുണ്ട്. അതെന്താ? പകുതി. സാധാരണ നമ്മൾ പറഞ്ഞു വെച്ച ആയുസ്സിൽ പകുതി. അപ്പോൾ 100 കൊല്ലം ജീവിക്കൊന്നുമില്ല ആരും. ഈ ഷഷ്ട്യബ്ദപൂർത്തിക്കുള്ളതിനേക്കാളും പറയണത് പഞ്ചാബ്ദപൂർത്തി വേണം എന്നാണ്. പകുതി എന്നൊരു പ്രാധാന്യമുണ്ട്. ഈ 60-ന് എന്താ പ്രാധാന്യം? 60-ന് പ്രാധാന്യമൊന്നുമില്ല. എല്ലാവരും ഷഷ്ടിപൂർത്തി കൊണ്ടാടി, നമ്മളും ഷഷ്ടിപൂർത്തി ചിലർ കൊണ്ടാടണമില്ല. പഞ്ചാബ്ദപൂർത്തിയാണ് വേണ്ടത് ശരിക്കുന്നതാണ്. പഞ്ചാശബ്ദപൂർത്തി. കാരണം എന്താണ് പ്രാധാന്യം? പകുതിയാണ്. പകുതിക്കൊരു പ്രാധാന്യം ഉണ്ടല്ലോ. 60-ന് അങ്ങനെ ഒരു വിശേഷമൊന്നുമില്ല. നമ്മൾ കൊണ്ടാടുന്നതൊക്കെ തെറ്റാണ്. പ്രാകൃതിക പ്രളയം എന്ന് 50 വയസ്സ് കഴിയുമ്പോഴുള്ള ഒരു പ്രളയം. ഈ നൈമിത്തിക പ്രളയത്തേക്കാൾ കുറച്ച് വലിയ പ്രളയമാവും അത്. അതിനെയാണ് എന്ത് പറയണത്? പ്രാകൃതിക പ്രളയം. ഇനി അവസാനത്തെ ആത്യന്തിക പ്രളയം. അത് ബ്രഹ്മാവിൻ്റെ ആയുസ് കഴിയുമ്പോൾ ഉണ്ടാവുന്ന പ്രളയമാണ്.
ഇനി ഒരു 50 കൂടിയാണ് ചെന്നാൽ ഒരു വലിയ പ്രളയം. അതാണ് മഹാപ്രളയം. അതിൽ മഹത്വത്വവും അഹങ്കാരവും കൂടിയിട്ട് ലയിക്കും. പ്രാകൃതിക പ്രളയത്തിൽ അത് ലയിക്കുന്നില്ല. മഹത്വത്വം അഹങ്കാരവും ലയിക്കാതെ നിന്നാൽ അത് പ്രാകൃതിക പ്രളയമാണ്. ബാക്കിയൊക്കെ ലയിക്കും. എപ്പോൾ മഹത്വത്വം അഹങ്കാരവും കൂടി പരബ്രഹ്മത്തിൽ ലയിക്കുന്നുവോ അത് ആത്യന്തിക പ്രളയം എന്ന് പറയുന്നു. ബ്രഹ്മാവിൻ്റെ ആയുസ് കഴിയുമ്പോഴുണ്ടാവുന്ന പ്രളയം. അവസാനത്തെ ഉറക്കമല്ല, അത് മനസ്സിൻ്റെ അവസ്ഥയും ആണ്. രണ്ടർത്ഥമുണ്ട് ആത്യന്തിക പ്രളയത്തിന്. അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ഇതൊക്കെ പറഞ്ഞതെന്നാണ് ചിലർ പറയുന്നത്. എന്താ മനസ്സിൻ്റെ ആത്യന്തിക പ്രളയം? ഈ പ്രപഞ്ചവും സംസാരവും ഇല്ലാത്ത അവസ്ഥ. ചെറിയ സാധകന്മാർക്ക് ചെറിയ രീതിയിൽ അനുഭവപ്പെടും, അതീവ ഭാഗ്യവാന്മാർക്ക് അധികം അനുഭവപ്പെടും. എന്ത്? ഈ പ്രപഞ്ചം സത്യമല്ല എന്നും ഇതിൻ്റെ അപ്പുറത്തേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുപോലാണ് സാധന. എളുപ്പമൊന്നുമല്ലത്. എന്നാലോ പൂർവ്വപുണ്യമുള്ളവർക്കും സത്സംഗം കൊണ്ടും ഭാഗവതാദി ശാസ്ത്രങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഇടയ്ക്ക് ഭഗവാൻ അത് കൊടുക്കും. ആ ഭാഗ്യം ഇടയ്ക്ക് കൊടുക്കുള്ളൂ. അത് സ്ഥിരം നിൽക്കൊന്നുമില്ല. ഈ സമാധിയാണതേ. അത് തന്നെയാണ് നിർവികൽപ്പ സമാധി. ഒന്നുമില്ലാതെ ഭാഗവതം കേട്ടിട്ടും ഈശ്വരീയമായിട്ടുള്ള ധ്യാനത്തിലൊക്കെ അങ്ങനെ ഇരിക്കുക. തുരീയ അവസ്ഥയിലെന്ന് വേണമെങ്കിൽ പറയാം. തുരീയ എന്ന് പറഞ്ഞ അർത്ഥത്തിൽ 4ാമത്തേന്നാണ് അർത്ഥം. അപ്പം 3 ഏതാ? ജാഗ്രത, സുഷുപ്തി, സ്വപ്നം. ഈ 3 നമുക്കുള്ളൂ. ഒന്നെങ്കിലും ഉണർന്നിരിക്കുക, അല്ലെങ്കിൽ ഉറങ്ങുക. സ്വപ്നം കാണൽ 3ാമത്തെ അവസ്ഥയായിട്ട് പറഞ്ഞു. സ്വപ്നം ശരിക്കുള്ള ഉറക്കമല്ലാത്രേ. ശരിക്കുള്ള ഉറക്കത്തിൽ സ്വപ്നമില്ല എന്നാണ്. അത് 3ാമത്തെ അവസ്ഥയാക്കിയിട്ട് എടുത്തിരിക്കണം. ഇത് 3ഉമല്ലാത്തൊരവസ്ഥ ഉണർന്നുകൊണ്ട് ഈ പ്രപഞ്ചം വിട്ട് നിൽക്കുക. ഉണർന്നുകൊണ്ട് പ്രപഞ്ചം വിട്ട് നിൽക്കുക. അതെ, ഉറങ്ങുന്നല്ല, ഒട്ടും ഉറങ്ങല്ല. പക്ഷേ പ്രപഞ്ചത്തിന് വിട്ടിരിക്കേണ്ട അവസ്ഥയുണ്ട്. അതിനാണ് എന്താ പറയുക? തുരീയാവസ്ഥ. ധ്യാനാവർത്തിത തദ്ഗതേന മനസാ. ധ്യാനാവർത്തിത തദ്ഗതേന മനസാ പശ്യന്തിയം യോഗിനോ. യോഗികൾ ധ്യാനാവസ്ഥയിൽ എത്തി നിൽക്കുന്ന ആ ഒരു പുണ്യമായിട്ടുള്ള അവസ്ഥ, മഹാപുണ്യമായിട്ടുള്ള അവസ്ഥ, അത് തന്നെയാണ് ആത്യന്തിക പ്രളയം എന്ന് സാങ്കേതികമായിട്ട് പറയണത്. സ്ഥൂലത്തിൽ പറയുമ്പോൾ ബ്രഹ്മാവിൻ്റെ ആയുസ് കഴിയുമ്പോഴുള്ള പ്രളയത്തിനെ പറയാം. 2 ഉണ്ട്. 2 അർത്ഥമുണ്ട്. നമുക്കിപ്പോൾ കൂടുതൽ എടുക്കേണ്ടത് എന്താ വെച്ചാൽ ഈ സൂക്ഷ്മ അർത്ഥമാണ്. മനസ്സിനെ പ്രളയത്തിലേക്ക് എത്തിക്കുക. ഇതിനൊക്കെ ലയിച്ച ആ ഒരു അവസ്ഥ അതെങ്ങനെ കിട്ടുക? ഭഗവാന്റെ ലീലകളെ വർണ്ണിക്കുക. ലീലാകഥ രസനിഷേവണമന്തരേണ പുംസോ ഭവേത് വിവിധ ദുഃഖദവർദ്ധിതസ്യ. എല്ലാ ദുഃഖങ്ങളുടെയും നാശമായ മനസ്സിൻ്റെ പ്രകർഷേണ ലയിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുന്നതാണ് ആത്യന്തിക പ്രളയം. ഭാഗ്യവാന്മാർക്ക് മാത്രം ചിലപ്പോൾ ഭഗവാൻ കൊടുക്കുന്നൊരവസ്ഥയാണത്. അവിടെ പ്രത്യേകിച്ചൊരു വാക്ക് ശ്രദ്ധിക്കണം. ലീലാ കഥ രസനിഷേവണം. കഥയല്ല പഠിക്കേണ്ടത്. കഥ ഇപ്പോൾ ഒരു പ്രാവശ്യം പഠിഞ്ഞാൽ എല്ലാവർക്കും പഠിക്കില്ലേ? ആലോചിക്കുക വാക്കൊക്കെ ഭാഗവത്തിൽ വെച്ചത്. കൃഷ്ണാവതാരം ഒരു പ്രാവശ്യം പറഞ്ഞപ്പോൾ ആർക്കാ പഠിക്കാത്തത്? ദേവിയുടെയും ഭക്തയുടെയും പുത്രനായിട്ട് ജയിച്ചു. വിവാഹമൊക്കെ കഴിഞ്ഞു. 8ാമത്തെ കുട്ടിയാണോ കൊല്ലുക എന്ന് പറഞ്ഞു. 8ാമത്തെ കുട്ടി ആകാശത്തേക്ക് പോയി, പെൺകുട്ടിയായിരുന്നു. ഇതൊക്കെ എല്ലാവർക്കും പഠിയും. വായിച്ച് പഠിക്കാം. ഒരാൾക്ക് കേട്ട അതല്ല വേണ്ടത്. രസനിഷേവണേന. രസം. ആ കഥയ്ക്കൊരു രസമുണ്ട്. അത് ആസ്വദിക്കലാണ് ആത്യന്തിക പ്രളയം. എന്താ രസം? കാണാണ്ട് അടക്കി തന്നെ ഈ പ്രപഞ്ചത്തിനാണ്ട് വിടുക. മെനക്കെട്ടവർക്കും ഒരിക്കലും അനുഭവമുള്ളവർക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാവും. കുറച്ചെങ്കിലും ഒരു അനുഭവമാണ് ഉണ്ടായാൽ മതി. ഒക്കെയുടെ മറക്കുക. വല്ലാത്തൊരു അവസ്ഥയിലേക്ക് അങ്ങോട്ട് എത്തുക. ലീല കഥയല്ല, കഥരസം. വേദമല്ല, വേദാന്തം. അതുകൊണ്ട് ഉദ്ദേശിച്ചോടത്തേക്ക് എത്തണം. അപ്പം കഥാരസമായി. കഥയാണ് അധികം ആൾക്കാരും പറയണുള്ളൂ, കേൾക്കണുള്ളൂ. അത് കേമത്തത്തിൽ പറഞ്ഞാൽ കേമായി, മുഴുവനെ കേട്ടാൽ കേമായി. ശരിയാണ്, കേൾക്കൽ നല്ലൊരു കാര്യമാണ്, പറയൽ നല്ലൊരു കാര്യമാണ്. രണ്ടും വേണം. ഇതൊക്കെ ഉണ്ടെങ്കിലേ പറ്റതുള്ളൂ. പക്ഷേ അതുകൊണ്ട് ആയില്ല എന്നാണ് അതിൻ്റെ രസം.
രസാസ്വാദനം നമുക്കുണ്ടാവണം. അതിനെയാണ് ആത്യന്തിക പ്രളയം എന്ന് പറയുന്നത്. വിവിധ പുംസോ ഭവേ വിവിധ ദുഃഖദവാർത്തിതസ്യ, എല്ലാവരുടെ ദുഃഖങ്ങളും നമുക്കവിടെ ഇല്ലാതാവുന്നു. 4 തരത്തിലുള്ള പ്രളയമാണ് പറഞ്ഞു. പ്രളയത്തിലേക്ക് കൊണ്ടുപോയിട്ട് അവസാനിച്ചു. ധ്യാനാവർത്തിത കഥ പോയിട്ട് ഇപ്പോൾ എന്തായി? കഥരസമായി, കഥാരസം ആയി. കഥ കഴിഞ്ഞിരിക്കണു. കുറേ കഥ പറഞ്ഞല്ലോ. കഥാരസത്തിലേക്ക് വരിക. ഇനി കഥ അവിടെ നിൽക്കട്ടെ. എന്താണ് കഥാരസം? ശങ്കരസ്യ ചരിത കഥാരസം, ആ കഥയുടെ രസം. അപ്പോൾ ഇവിടെ പറയണം, ഉപസംഹാരഘട്ടത്തിലെത്തിയിട്ട് ശുഗമഹർഷി ത്വം ദുരാജന്മരിഷ്യേതി പശുപുത്രിമിമാം ജഹി, പരീക്ഷിത്തെ അങ്ങ് തക്ഷകം കടിച്ച് മരിക്കും എന്ന് ഭീതി ഇപ്പോൾ പോയോ? ആ മരണഭീതി പോയാൽ ഞാൻ ഉദ്ദേശകാരിയായി. ഈ പറഞ്ഞതുകൊണ്ടൊക്കെ ഗുണമുണ്ട്. അല്ല, ഇനിയും പേടിയാണെങ്കിലോ ഈ പറഞ്ഞതൊക്കെ വെറുതെ. അതാണ് കഥ എടുത്താൽ പോരാ, കഥാരസം ഉൾക്കൊള്ളണം എന്ന് പറഞ്ഞത്. ഗേഹേ ഗേഹേ ജനാജന കഥ സാരസ്തതോ ഗത. കലിയുഗത്തിൽ കഥയ്ക്ക് എത്രയേ പ്രാധാന്യം ഉണ്ടാവുള്ളൂ. കഥയുടെ സാരം ഉൾക്കൊള്ളില്ല എന്നർത്ഥം. മഹാത്മ്യത്തിൽ പറയേണ്ട കലിദോഷങ്ങൾ പറയുമ്പോൾ. അപ്പോൾ ഇവിടെ കഥാരസത്തിലേക്ക് എത്തിയാൽ എന്തുണ്ടാവും? മരണത്തിനെ പേടിയില്ല. അങ്ങോട്ട് വാ മരണമേ എന്ന് പറയാനുള്ള ധൈര്യം ഒരു ഭക്തനും സാധകനെ കിട്ടൂ. മരണത്തെ പേടിയില്ലാത്ത ഒരാൾക്ക് വേറെ എന്തിനെ പേടിയുണ്ടാവുക? ഏറ്റവും വലിയ പേടി ലോകത്തിലെന്താ പറയുക? മരണഭയമാണ്. അതിലപ്പുറം ഒരു ഭയം ഇല്ല. അതെല്ലാ ജീവികൾക്കും ഉണ്ട്, മരണഭയം. അതിനെ അതിജീവിക്കാൻ സാധിച്ചാൽ പിന്നെ എന്ത് പേടിയാണ് ഈ ലോകത്തിൽ ഭക്തനും സാധകനും ഉള്ളത്? തൊന്തു രാജൻ മരിഷ്യേതി, ഞാൻ മരിക്കും എന്ന ഭയം, തക്ഷകം കടിച്ച് ഞാൻ മരിക്കും എന്ന ഭയം അങ്ങേക്ക് ഇപ്പോൾ പോയോ? ഈ വിളക്കിൽ എണ്ണ ഒഴിച്ച് തിരിയിട്ട് കത്തിച്ചാൽ എണ്ണ കഴിഞ്ഞാൽ വിളക്ക് കെടും ഇല്ലേ? എണ്ണയില്ലോടത്തോളം അത് കത്തുകയും ചെയ്യും. ഇതേപോലെയാണ് നമ്മുടെയൊക്കെ ജീവിതം. വിളക്ക്, എണ്ണ, തിരി എന്നുള്ളിടത്ത് നമ്മുടെ ജീവിതത്തെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. എന്താണ് വിളക്ക്? ഈ ശരീരം. അതിലെന്താണ് എണ്ണ? ആയുസ് കഴിഞ്ഞാലോ വിളക്ക് കെട്ടു. ആയുസ്സുള്ള എണ്ണയുടെ അപ്പം കത്തും. ദീപം എന്ന് പറഞ്ഞാലോ നമ്മുടെ ജീവാവസ്ഥ. അപ്പോൾ ജീവനുണ്ട് ഇല്ലേ? ആ ദീപാവസ്ഥ, കത്തിക്കൊണ്ടിരിക്കുന്ന ജ്വലിക്കുന്ന അവസ്ഥ. എണ്ണ കഴിഞ്ഞാലോ കെട്ടു. എണ്ണ കഴിഞ്ഞാൽ വിളക്ക് കെട്ടു എന്നുള്ളതുകൊണ്ട് ആ വിളക്ക് പിന്നെ കത്തിക്കാൻ പറ്റില്ല എന്നുണ്ടോ? കുറച്ച് എണ്ണയുടെ ഒഴിച്ചാൽ അതാ കത്തി. അപ്പോൾ ആ ദീപം നശിച്ചിട്ടുണ്ടോ? ദീപം തൽക്കാലം മറയുകയാണ് ചെയ്യണത്, അന്തരീക്ഷത്തിലേക്ക് മറയണു. അഗ്നി എങ്ങനെയാണ് മരണം നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് അഗ്നിയെ ഈശ്വരനായിട്ട് കാണണം, അതിൽ തെറ്റില്ല എന്ന് പറയണത്. ഈ അഗ്നി കിഴക്കോട്ടോ തെക്കോട്ടോ മേലോട്ടോ പോകുന്നത് നമ്മൾ കാണുന്നുണ്ടോ? ഇല്ലല്ലോ. ഓട്ടോറിക്ഷയിൽ പോകുന്നത്, വടികുത്തി പോകുന്നത് നമ്മൾ കാണുന്നില്ല. അപ്പോൾ എവിടേക്കാണത് മറയുന്നത്? ഈശ്വരനാണ് അഗ്നി. സംശയമൊന്നും വേണ്ട. ഈ ഒറ്റ കാര്യം കൊണ്ട് നമുക്ക് സമർത്ഥിക്കാം, ഈശ്വരത്വം അഗ്നിക്കുണ്ട്. അത് നശിക്കുകയല്ല ചെയ്യണത്. വേറൊരു വജ്രദീപം കൊണ്ട് കൊളുത്തിയാൽ അതാ ആ വിളക്ക് കത്തി. ആയുസ്സാകുന്ന എണ്ണ ഒഴിച്ചാൽ ആ വിളക്ക് വീണ്ടും കത്തും. ഇതേപോലെ ആയുസ് മറ്റൊരു വിളക്കിലാണെന്നൊരു വ്യത്യാസമുണ്ട് മനുഷ്യൻ്റെ ഉദാഹരണത്തിൽ. ഈ ശരീരത്തിലല്ല. ഈ ശരീരത്തിൽ നിന്ന് വിട്ടാൽ വേറെ ശരീരത്തിലെ എണ്ണ ഒഴിച്ച് കത്തിച്ചാൽ ഇതേ ആത്മാവ് അതിൽ കത്തണു. അപ്പോൾ എവിടെയാണ് ആത്മാവ് നശിക്കുന്നത്? നശിക്കുന്നില്ല. ഒരു ശരീരത്തിൽ നിന്ന് വേറെ ശരീരത്തിലെ വാസാംസി ജീർണാനി യഥാ വികായ നവാനി ഗൃണ്ണാതി നരോപരാണി. പഴയ വസ്ത്രങ്ങളെ അഴിച്ചിട്ട് വേറെ വസ്ത്രം ധരിക്കുന്നത് പോലെ മറ്റൊരു ശരീരത്തിലെ ആയുസ് കയറിക്കൂടുകയാണ് ചെയ്യണത്. ഇത്ര വലിയ നിരീക്ഷണമാണ് പണ്ടുള്ളവർ നടത്തിയിരിക്കണമെന്ന് ആലോചിച്ച് നോക്കൂ. അതുകൊണ്ട് പരീക്ഷിത്തെ അങ്ങ് തക്ഷകൻ കടിച്ചാൽ മരിക്കില്ല. തക്ഷകൻ അങ്ങേ കൊല്ലാൻ കഴിയില്ല. അങ്ങയുടെ ശരീരം മാത്രമാണ് ഭസ്മമാവുന്നത്. ഘടേ പിന്നെ ആകാശത്യാപുര. ഒരു കുടം, അതിൻ്റെ ഉള്ളിൽ ഒഴിഞ്ഞില്ലാച്ചാൽ അതിനെ നമ്മൾ ഘടാകാശം എന്ന് പറയും. ഒഴിഞ്ഞ സ്ഥലത്തിന് സാങ്കേതിക നാമം ഘടാകാശം. പുറത്തുകൊണ്ട് ഒഴിഞ്ഞ സ്ഥലം ഇല്ലേ, അതിനെ പടാകാശം. ഈ കൊടാണ്ട് പൊട്ടിയാലോ ഘടാകാശമില്ല, പടാകാശമില്ല, വെറും ആകാശം പിന്നുള്ളത്. ഒക്കെ ഒഴിഞ്ഞ സ്ഥലം മാത്രമായി മാറും ഇല്ലേ. കുടം ഉണ്ടാകുമ്പോൾ അത് രണ്ടായി വിഭജിക്കപ്പെട്ടു. എന്ത്? ഘടാകാശവും പടാകാശവും. കുടം പൊട്ടിയാലോ വെറും ആകാശമായി. ഘടാകാശവും ഇല്ല, പടാകാശവും ഇല്ല. ഇതേപോലെ നമ്മുടെ ശരീരം ഉള്ളിടത്തോളം ജീവാത്മാവും പരമാത്മാവും വേറെ നിൽക്കണു.
ശരീരമാണ് പോയാൽ ആത്മാവ് മാത്രമായി. അവിടെ ജീവാത്മാവും പരമാത്മാവും രണ്ടില്ല. പരബ്രഹ്മം എന്ന ഒറ്റ സംഗതിയെ അവശേഷിക്കുന്നുള്ളൂ. പരമാത്മാവും ജീവാത്മാവും രണ്ടായി കാണാൻ ഈ ശരീരമാണ് അതിർവരമ്പ്. അതില്ലെങ്കിലോ ആത്മാവ് മാത്രമേ ആവണുള്ളൂ. പിന്നെ പരമാത്മാവൊന്നുമില്ല, ജീവാത്മാ ഭേദം ഇല്ല. ഭേദം അവിടെ നിൽക്കുന്നില്ല. ഭേദം ശരീരമാണ് ഉണ്ടാക്കി തീർക്കുന്നത്. അതുകൊണ്ട് തക്ഷകൻ വന്നിട്ട് അങ്ങയുടെ ശരീരത്തെ മാത്രമാണ് ദഹിപ്പിക്കാൻ പോകുന്നത്. അങ്ങ് അമരനായി. എങ്ങനെ? പാമ്പ് കടിച്ചാൽ അമരത്തുണ്ടാവുമോ? പാമ്പ് കടിച്ചാൽ മുക്തി കിട്ടുമോ? പണ്ട് അങ്ങനെ പറയുക, പാമ്പ് കടിച്ചാൽ ദുർമരണമാണ്, ഇടിവെട്ടിയാൽ ദുർമരണമാണ്, ആക്സിഡൻറ്റിൽ ദുർമരണമാണ്. പിന്നെ എങ്ങനെ തക്ഷകം പഠിച്ചിട്ട് ഇവിടെ ഇപ്പോൾ അങ്ങയ്ക്ക് മരണമില്ല എന്നും അങ്ങ് മുക്തനായി എന്നും പറഞ്ഞത്? അങ്ങ് അതുവരേക്ക് കണ്ടുപിടിക്കാത്ത ഒരു മഹാവിദ്യ ശ്രീമദ് ഭാഗവതം കേട്ടിരിക്കുന്നു. ശ്രീമദ് ഭാഗവതം അങ്ങ് ആസ്വദിച്ച് ശ്രദ്ധയോടുകൂടി കേട്ടിരിക്കുന്നു, ഉപവസിച്ചിട്ട് കേട്ടിരിക്കുന്നു, സർവശ്രദ്ധയും ചെലുത്തി കേട്ടിരിക്കുന്നു. വെറുതെ കേട്ടതല്ലല്ലോ. അതുകൊണ്ട് ഈ തക്ഷകന് അപമൃത്യു വരുത്താൻ സാധ്യമല്ല. അങ്ങേക്ക് ഇനി അപമൃത്യു ഉണ്ടാവില്ല, ഉറപ്പ്, ഗ്യാരണ്ടി. അഹം ബ്രഹ്മപരം ധാമ ബ്രഹ്മാഹം പരമം പദം. ഞാൻ ബ്രഹ്മമാകുന്നു. ഇവിടെ കടന്ന് തിരിയണ ഈ സംഗതികളൊന്നുമല്ല ഞാൻ. ഇതിലൊന്നും ഞാനില്ല. എല്ലാറ്റിൽ നിന്നും വിലക്ഷണനായിരിക്കുന്ന, യാതൊരു ബന്ധവും ഇല്ലാത്ത പരമാത്മാവാകുന്നു ഞാൻ എന്ന് അങ്ങേക്ക് ഉറച്ചുവെങ്കിൽ ഈ ഭാഗവതോപദേശം പ്രയോജനം ചെയ്തു. അല്ലെങ്കിൽ ഇതൊക്കെ വെറുതെ ആവും ചെയ്തു. അപ്പോൾ എന്താണോ ഇപ്പോൾ അങ്ങയുടെ ഭാവമെന്ന് അങ്ങ് തന്നെ ഉത്തരം പറയണം. എവിടെ എത്തി? ശിഷ്യൻ എവിടെ എത്തി എന്ന് ഇടയ്ക്കിടയ്ക്ക് അറിയണത്രേ ഗുരുനാഥന്. അവിടെ അങ്ങ് ഇവിടെ എത്തിയോ? അഹം ബ്രഹ്മപരം ധാമ ബ്രഹ്മാഹം പരമം പദം. ഞാൻ ബ്രഹ്മമാണ്, ബ്രഹ്മം. ഞാൻ എത്ര വലിയ ഒരു ഉപദേശമാണോ കൊടുക്കുന്നത് അറിയോ? താക്ഷകൻ വന്നിട്ട് ശരീരത്തെ ദഹിപ്പിച്ചോട്ടെ, ജനമേജയനൊരു പണി ലാഭായി എന്ന് മാത്രം. വൈദ്യുത ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകണ്ട, ഗ്യാസ് ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകണ്ട, മറവ് ചെയ്യണ്ട. ആ പണി ജനമേജന ലാഭായി എന്നത് ഒഴിച്ചാൽ ഒരു ദുർമരണത്വവും ഇവിടെ സംഭവിച്ചിട്ടില്ല. കാരണം അങ്ങ് ഭാഗവതം കേട്ട ആളാകുന്നു, ഉൾക്കൊണ്ട ആളാണ്. കേൾക്ക് മാത്രമല്ല, പിന്നെ ഇനി അങ്ങേ ദുർമരണത്തിലേക്ക് വലിക്കാൻ ആർക്ക് കഴിയും? കേട്ടു, പരീക്ഷ സമ്മതിച്ചു. സിദ്ധോസ്മനുഗൃഹീതോസ്മി ഭവതാ കരുണാത്മന. ഈ മരിക്കുന്ന സമയത്ത് ശ്രാവിതോ യച്ഛമേ സാക്ഷാത് അനാദിനിധനോ ഹരി. അനാദിനിധനായിരിക്കുന്ന ഭഗവാന്റെ കഥ മരിക്കണ സമയത്ത് എന്നെ കേൾപ്പിച്ചില്ലേ? ശുഭമേഷേ, ഇത്രയും വലിയൊരു സുഹൃത്തം ഈ ലോകത്തിൽ വേറെ എന്താ ഉള്ളത്? മരിക്കാൻ പോകുന്ന ഒരു സമയത്ത് 1,00,000 റുപ്യയുടെ ചെക്കോ ലക്ഷങ്ങളുടെ ചെക്കോ സ്വർണ്ണമോ കൊടുത്തിട്ട് വല്ല കാര്യമുണ്ടോ? ഇതെന്തിന് ഇതിന് ചെയ്യാൻ കഴിയും? പക്ഷേ അതല്ല പങ്ക് ചെയ്തത്. വിലമതിക്കാൻ കഴിയാത്തതായിരിക്കുന്ന ഭാഗവതാമൃതം, ഭാഗവതത്തിൻ്റെ സത്ത് എനിക്ക് ഉപദേശിച്ചു തന്നു. ഇത് ചെറിയ കാര്യമല്ല. ഇതിന് വാല്യൂ നിശ്ചയിക്കാൻ കഴിയില്ല. എത്ര പവൻ, എത്ര രൂപ, എത്ര ഏക്കർ ഭൂമി എന്നൊന്നും നിശ്ചയിക്കാൻ പറ്റാത്ത, മൂല്യം നിർണയത്തിന് സാധ്യമല്ലാത്ത മഹാ ഉപദേശമാണ്, മഹാനിധിയാണ് അങ്ങ് എനിക്ക് തന്നത്. ഇതിന് ഞാൻ എങ്ങനെ അങ്ങയോട് നന്ദി രേഖപ്പെടുത്തുക? അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ കഴിയും പ്രത്യുപകാരം? അജ്ഞേഷു താപതപ്തേഷു ഭൂതേഷു യദനുഗ്രഹ. ആ അറിവില്ലായ്മയിൽ ഇങ്ങനെ കുടുങ്ങിയിട്ടേ ഈ ലോകം തന്നെയാണ് സത്യമെന്നും ഇതിലുള്ള കാര്യങ്ങളിൽ മാത്രം മനസ്സ് വെച്ച് നടക്കണം അജ്ഞാനികളായ പാവങ്ങൾ. അവരെ നമ്മൾ കുറ്റപ്പെടുത്തുക, ദേഷ്യത്തോടു കൂടി ഒന്നുമല്ല കാണുന്നത്, സഹതാപമാണ്. പാവം പാവം. ഇതെല്ലാം സത്യമാണ് എന്ന് വിചാരിച്ചിട്ടല്ലേ അജ്ഞേഷു പാവം അവർ നടക്കുന്നത്. അവരിൽ
ദയ കാണിച്ചത് കൊണ്ടാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്നെ പോലുള്ളവരിൽ ദയ കാണിച്ചിട്ട് ഇതാ മഹത്തായിരിക്കുന്ന ജ്ഞാനം അങ്ങ് ഉപദേശിച്ചിരിക്കുന്നു. ഇതല്ലേ ഒരു മനുഷ്യനായി കഴിഞ്ഞാൽ വേണ്ടത്? അജ്ഞാനഞ്ച നിരസ്തമ്മേ ജ്ഞാനവിജ്ഞാനനിഷ്ഠയ ഭവതാദർശിതം ക്ഷേമം പരം ഭഗവത പദം. സർവേശ്വരനായ ഭഗവാന്റെ പാദത്തിലേക്കുള്ള മാർഗമാണ് അങ്ങ് കാണിച്ചു തന്നത്. ഇതിന് വിലമതിക്കാൻ കഴിയില്ല എന്നങ്ങനെ പറഞ്ഞ് നമസ്കരിച്ചു പരീക്ഷിത വിരാജശീലാത്മന്യ ആത്മാനമാത്മന. തൻ്റെ കണ്ണാണ്ടടച്ചു തൻ്റെ ജീവാത്മാവിനെ പരമാത്മാവിനോട് കൂടിയിട്ട് യോജിപ്പിക്കൽ കഴിഞ്ഞു. മഹാസംഭവം ബ്രഹ്മഭൂതോ മഹായോഗി നിസ്സംഗ ചിഹ്ന സംശയ. ബ്രഹ്മമായിട്ട് അങ്ങോട്ട് മാറി സർവസംശയവും മനസ്സിൽ നിന്ന് നീക്കി കളഞ്ഞു. ഒന്നും പറയാനുള്ള സമയം സപ്താഹയജ്ഞത്തിൽ കിട്ടില്ല. കഴിക്കുക എന്നുള്ള ഒരൊറ്റ കാര്യമുള്ളൂ. അതാണ് കഥാരസത്തിലേക്ക് എത്തണില്ല. കഥ മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ കഥയും ഉണ്ടാവില്ല. ആകെക്കൂടി ഒരു കഥയില്ലാത്ത അവസ്ഥയായിട്ട് മാറുക യജ്ഞങ്ങൾ. അത് പാടില്ലല്ലോ. അതുകൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത്? കഥാസാരസ്ഥതോ, ആ കഥാസാരത്തിലേക്ക് എത്തണ ബ്രഹ്മഭൂതോ മഹായോഗി നിസ്സംഗ ചിഹ്ന സംശയ. ഈ സമയത്ത് തട്ടകൻ വന്നിട്ടാണ്ട് കടിക്കണു. പരീക്ഷത്തിൻ്റെ ശരീരം ഭസ്മമാവണു. ആത്മാവ് അനശ്വരതയിലേക്കാണ് പോവുകയാണ് ശ്രീമദ് ഭാഗവത ശ്രവണം കൊണ്ട് എന്നും പറഞ്ഞ് അത്രയും ഭാഗം പരീക്ഷത്തിൻ്റെ മോക്ഷം അവസാനിച്ചു. ഇനി അതിന് ശേഷമുള്ള കാര്യങ്ങളാണ് തുടർന്ന് പറയണത്. അവസാന ഘട്ടത്തിലേക്ക് ഇങ്ങനെ പോവുകയാണ്. കായേന വാചാ മനസേന്ദ്രിയർവാബ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാ കരോതി യത്യർത്ഥകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.